വണ്ണമുള്ളവരുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ വണ്ണം കുറയാത്തതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് നമ്മുടെ ഏറ്റവും പ്രശ്നം നമുക്കൊക്കെ വണ്ണം കുറയ്ക്കാൻ വേണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷേ നമ്മളെ കൊണ്ട് ഒരു 3-4 ദിവസം കഴിയുമ്പം നമ്മൾ വീണ്ടും നിർത്തിയിട്ട് എന്തെങ്കിലും ഫുഡ് കാണുമ്പോൾ നമ്മൾ കഴിക്കാൻ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. ഇത് മതി, ഇനിയിപ്പോൾ ഇത് മതി, ഇന്ന് നാളെ ആവട്ടെ മറ്റന്നാവട്ടെ എന്ന് പറഞ്ഞ് നിർത്തി കൊണ്ടുപോകലാണ് നമ്മുടെ ഒരു പ്രശ്നം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനങ്ങനെ നമ്മുടെ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് ഒന്നും അല്ല വന്നിരിക്കുന്നത്. ഞാൻ മുന്നേ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്നെ കണ്ടാൽ തന്നെ അറിയാം ഇപ്പൊ വെയിറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അതെ, നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ മുൻപ് ഞാൻ വന്നതിലും ഇരട്ടി വെയിറ്റ് ഇപ്പൊ കൂടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ആദ്യം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന തന്നെ വെയിറ്റ് ലോസ് എന്ന് ഉള്ള ഒരു സംഭവമായിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ഒരു മാക്സിമം വെയിറ്റ് 137 കിലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒരു 118 കിലോളം എത്തിച്ചതായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ പൂർണ്ണമായിട്ടും വിട്ടു. ഇടയ്ക്ക് ഡയറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടത്തിയിരുന്നെങ്കിലും അത് ഓരോ റീസൺസ് പറയാം, നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നുള്ളതൊക്കെ പറഞ്ഞ് അതൊക്കെ മാറിപ്പോയി കേട്ടോ. അങ്ങനെ ഇപ്പൊ ഫൈനലി ഞാൻ വന്ന് നിൽക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 143 കിലോ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഉള്ള വെയിറ്റ്. അപ്പൊ ഞാൻ കരുതി ഇത് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വട്ടം ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒന്നാമത്തെ ഒരു റീസൺ ഓഫ് കോഴ്സ് ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചിരുന്ന ഫുഡൊക്കെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതൊന്നും അല്ലായിരുന്നു. ജങ്ക് ഫുഡ്, സ്വീറ്റ്സ് അതൊക്കെ തന്നെയായിരുന്നു. പാലൊക്കെ ഞാൻ ഒരുപാട് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ PCOD ഉള്ളത് കൊണ്ട് തന്നെ പാലൊന്നും അധികം അങ്ങോട്ട് കുടിക്കാൻ പാടില്ല, ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത്. പക്ഷെ ഞാൻ പാലൊക്കെ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാനായിട്ട്. അതും നല്ല ഹോളിക്സോ ബൂസ്റ്റോ ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ പാല് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജങ്ക് ഫുഡ് ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് ചിക്കൻ, പിസ്സ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നോക്കാൻ കുറേ ഐറ്റംസ് ഞാൻ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ളതൊക്കെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് കഴിക്കാൻ തുടങ്ങി. അതൊക്കെ തന്നെ ഞാൻ ഈ കഴിക്കുന്ന ടാബ്ലറ്റും കാര്യങ്ങളും വർക്കൗട്ടോ കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹോർമോൺ ടാബ്ലറ്റ്സുകൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഉള്ള വെയിറ്റ് ഒന്നും കൂടെ ഒന്ന് കൂടാനായിട്ട് ഭയങ്കരമായ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ വെയിറ്റ് വെച്ചു. അപ്പോൾ ഇനി ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പണി പാകും എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലായി. കാരണം 150 കിലോളം എത്താറായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്കിനി ഇത് കുറയ്ക്കണം. അപ്പോൾ കുറെ ആയല്ലേ. അപ്പൊ അതിനുള്ള പരിപാടികളിലേക്കാണ് കേട്ടോ കടന്നത്. എനിക്കറിയാം ഭയങ്കര അബദ്ധമാണ് ചെയ്തത് എന്ന്. കാരണം 118 കിലോ വരെ എത്തിയിട്ട് അത് പിന്നെ കൊണ്ടുപോയി ഈ വെളുക്കുന്നിടം വരെ വെള്ളം കോരിയിട്ട് താഴെ കൊണ്ടുവന്നിട്ട് ഉടയ്ക്കുന്ന അവസ്ഥയായിരുന്നു ആയത്. വീണ്ടും അതിന്റെ ഇരട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എല്ലാം ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും എനിക്ക് കിട്ടിയ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ആ രീതിയിൽ എടുത്തിട്ട് ഇനിയിപ്പോ ഞാൻ ഇതൊരു ചലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുക്കാം എന്നാണ് കരുതുന്നത് കേട്ടോ. അതായത് ഓക്കെ, ഒരു വട്ടം അബദ്ധം പറ്റി, ഈ ഒരു വട്ടം ഇനി ആ ഒരു അബദ്ധം പറ്റരുത് എന്നുള്ളത് എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ ഇതിൽ എടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം എന്തൊക്കെ പോരായ്മകളായിരുന്നോ എനിക്ക് ഉണ്ടായിരുന്നതോ അതൊക്കെ തിരുത്തിയിട്ട് ഉള്ള പുതിയൊരു ഡയറ്റ് ആയിരിക്കും ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ വട്ടം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ഡയറ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം കുറച്ചും കൂടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ആദ്യത്തെ ഒരാഴ്ചയില്ല, പയ്യെ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ പയ്യെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലൊരു ചേഞ്ച് ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. മെയിനായിട്ട് ഈ ചലഞ്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ പലതും ഞാൻ പറഞ്ഞല്ലോ, പലതും തുടങ്ങുക, നിർത്തുക, നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ ഈ ഒരു പോക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഒന്നും കറക്റ്റായിട്ട് പോകുന്നില്ല. അപ്പോൾ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1-2 പേര് നമ്മുടെ കൂടെ കാണുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ഡയറ്റ് നമുക്ക് ഒരാൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ കരുതിയത്. അപ്പോൾ ഞാൻ ആദ്യം ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെയും നമ്മുടെ ഇതിലൊരു ഗ്രൂപ്പ് പോലെയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിലൊരു കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും ബിസിയായി, ആരുമില്ലാതെ അങ്ങനെ 1-2 പേരൊക്കെ ആയപ്പോൾ വീണ്ടും അത് നിർത്തി, അതും ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, നമുക്ക് ഈ വീഡിയോസ് എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങാം. എനിക്കറിയാം ഇതിൽ കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ഈ ഒരു ചാനലിലെന്ന് എനിക്ക് അറിയാം.
എങ്കിൽ പോലും ഒരു 100 പേരെങ്കിലും വെയിറ്റ് ലോസിൻ്റെ വീഡിയോസ് കാണാനായിട്ട്, കാരണം എൻ്റെ സ്റ്റാർട്ടിങ് അത് തന്നെ ആയിരുന്നല്ലോ, ഉണ്ടെങ്കിൽ ഒരു 5 പേരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ഡെയിലി യൂസ് ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഡയറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും, എൻ്റെ ഒരു റൊട്ടീൻ എനിക്ക് കറക്റ്റ് ആവാൻ പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇത് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 100 ഡേയ്സിലെ വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 100 ഡേയ്സ് ആണ്, ഇപ്പോൾ ഒരു 147ഓളം ഉണ്ട് വെയിറ്റ്. അപ്പം അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ചിട്ട് ഒരു 100 കിലോ എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. 100 കിലോ എത്തിക്കുന്നത് വരെ ഇനി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പോകണം. അത് കഴിഞ്ഞിട്ട് ഉണ്ട്, പക്ഷെ ഒരു 100എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് വേഗം എത്തിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 100 ഡേയ്സ് ആണ് ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് എന്നും വെയിറ്റ് കാണിച്ചുകൊണ്ട് തന്നെ അപ്ഡേഷൻ തരാമെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഓരോരുത്തർ പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അപ്ഡേറ്റ് ചെയ്താൽ മതി വെയിറ്റ്, ആഴ്ചയിൽ ഒരു ദിവസം നോക്കിയാൽ മതി എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡെയിലി ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് ഡെയിലി എൻ്റെ വെയിറ്റ് കാണുമ്പോഴാണ്. ഇപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസം നമ്മുടെ ഡയറ്റ് ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഡെയിലി നിങ്ങൾക്ക് വെയിറ്റിൻ്റെ അപ്ഡേഷൻ വരുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഫുഡുകൾ ഞാൻ കഴിക്കുന്നത്, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് ഞാനൊരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് ഡെയിലി വരുന്നതായിരിക്കും. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ആയിട്ട് ഞാൻ എൻ്റെ ആ ഒരു വെയിറ്റ് ലോസിൻ്റെ ടൈമിലുള്ള ഡെയിലി റൊട്ടീൻ വ്ലോഗും ഞാൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതും വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തണം, അതായത് വെയിറ്റ് ലോസിൻ്റെ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തണം എന്നും ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ കുറച്ച് പുതിയ റെസിപ്പീസൊക്കെ എനിക്ക് അടിപൊളി റെസിപ്പീസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ ഇനി ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ മുന്നേ തുടങ്ങിയിട്ട് നിർത്തി പോകാൻ പറ്റാതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെയൊക്കെ ഈ വണ്ണമുള്ളവരുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ണം കുറയാത്തതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് നമ്മുടെ ഏറ്റവും പ്രശ്നം, നമുക്കൊക്കെ വണ്ണം കുറയ്ക്കാൻ വേണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും, പക്ഷേ നമ്മളെ കൊണ്ട് ഒരു 3-4 ദിവസം കഴിയുമ്പം നമ്മൾ വീണ്ടും നിർത്തിയിട്ട് എന്തെങ്കിലും ഫുഡ് കാണുമ്പോൾ നമ്മൾ കഴിക്കാൻ നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. ഇത് മതി, ഇനിയിപ്പോൾ ഇത് മതി, ഇന്ന് നാളെ ആവട്ടെ മറ്റന്നാവട്ടെ എന്ന് പറഞ്ഞ് നിർത്തി കൊണ്ടുപോകലാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരെന്താ ചെയ്യണേ? അവർ വണ്ണം കുറയ്ക്കുകയും ചെയ്യും, മൂവ് ഓൺ ചെയ്യുകയും ചെയ്യും. നമ്മൾ എന്താ ചെയ്യണേ? 3-4 ദിവസം ഇതേപോലെ, അല്ലെങ്കിൽ കൂടിപ്പോയി 1 മാസം ഇതേപോലെ ചെയ്യും, അത് കഴിഞ്ഞ് നിർത്തും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെയിലി ലൈഫ് പഴയ റൊട്ടീനിലോട്ട് പോകും. നമ്മളൊക്കെ ആണെങ്കിൽ ഒരിത്തിരി വെള്ളം കുടിച്ചാലേ ഇരട്ടി വണ്ണം വെക്കുന്ന രീതിയിലുള്ള ശരീരമാണ്, നമ്മളൊക്കെ വീണ്ടും വണ്ണം വെക്കാൻ തുടങ്ങും. അത് തന്നെയല്ലേ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ നമുക്കൊരു മോട്ടിവേഷനായിട്ടുണ്ടെങ്കിലും നമ്മളെ കൊണ്ടും അത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് വണ്ണമുള്ള എല്ലാവർക്കും ഉള്ളൊരു ചീത്തപ്പേരാണ് വണ്ണം ഉണ്ടല്ലോ, അയ്യോ എന്തൊരു വണ്ണമാണെന്നുള്ളത് അല്ലേ. ആവശ്യമില്ലാതെ എന്തിനാണ് ഒരു പേരുദോഷം കേൾപ്പിക്കുന്നത്? അപ്പോൾ നമുക്ക് അതങ്ങ് കുറയ്ക്കാൻ നോക്കിയല്ലേ ചെയ്യേണ്ടത്. ഇപ്പം പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ? നമ്മൾ ഈ 100 അതായത് ഈ 100 kgs ഒക്കെ വെയിറ്റ് ഉള്ള ഒരാൾക്ക് നമ്മൾ കാണുമ്പോൾ ഉള്ള വെയിറ്റ് ആയിരിക്കില്ല. നമുക്കൊരു 100ന് മുകളിലോട്ട് വെയിറ്റ് വന്നിട്ട്, അതായത് 100 കഴിഞ്ഞിട്ട് വെയിറ്റ് വന്ന ഒരാൾക്ക്, ഇപ്പോൾ ഒരു 120 കിലോക്ക് എത്തിയ ഒരാൾ ഒരു 100 കിലോ എത്തിക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു 100 കിലോ ഉള്ളവർക്കാളും അവർക്കൊരു 80-90 കിലോ ആകുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ ഒരു വെയിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് കുറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇഞ്ചസൊക്കെ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് 124 കിലോ ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് മുന്നേ. അപ്പോൾ കല്യാണ ഡേറ്റ് എടുത്ത് ഞാനൊരു 3 മാസം കൊണ്ട് ഒരു 86 കിലോ എത്തിച്ചു. അപ്പോൾ 86 കിലോ എത്തിച്ച സമയത്ത് എനിക്കൊരു 70-72 കിലോ ആ ഒരു റേഞ്ചിലുള്ള പോലെ എൻ്റെ ശരീരം. പക്ഷെ എനിക്ക് 86 കിലോ ഉണ്ടായിരുന്നു, അത്രയും പറയില്ലായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു അനുഗ്രഹം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കെല്ലാം ഇപ്പം 100 കിലോയ്ക്ക് മേളിലുള്ളവരാണെങ്കിൽ 100 വരെ എത്തിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ബുദ്ധിമുട്ടൽ. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും എൻ്റെ കൂടെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വേണ്ട നിർത്തിയാം എന്ന് തോന്നിയാലും നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ഇതുവരെയുള്ള എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി നടന്ന ടൈമിലൊന്നും നിങ്ങളാരും ഒരു ബാഡ് കമൻസ് ഇട്ടോ അല്ലെങ്കിൽ ബാഡായിട്ടൊന്നും പറഞ്ഞിട്ടോ ഒന്നുമല്ല, നല്ല രീതിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനത് നിർത്തി എന്ന് യൂട്യൂബിൽ നിന്ന് ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഇത് നിർത്തിയോ അന്ന് തൊട്ട് എനിക്ക് വീണ്ടും വെയിറ്റ് കൂടാനാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ
വീണ്ടും നിങ്ങളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, വെയിറ്റ് ലോസിനൊക്കെ കൂടാൻ ആരെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസോ കാര്യങ്ങളൊക്കെ അറിയാം സ്പെഷ്യലായിട്ട് വെയിറ്റ് ലോസിനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ വെയിറ്റ് ലോസിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക, അതല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കനക ഗൗതം എന്നാണ് എൻ്റെ ഐഡി, അതിലേക്ക് എനിക്ക് മെസ്സേജായിട്ട് അയച്ചിരുന്നാലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും എനിക്കത് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ബ്യൂട്ടി വ്ലോഗും വരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു വെയിറ്റ് ലോസും കൂടെ മുന്നിട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ളത് ഷുഗർ ടോട്ടലി ഞാൻ കട്ട് ചെയ്യാണ്. തേൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. തേൻ മാത്രമേ ഞാൻ എടുക്കുന്നു, കാരണം കുറച്ച് സാലഡ്സ് ഒക്കെ കഴിക്കണമെങ്കിൽ കുറച്ചൊരു മധുരം ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റൂല. ഷുഗർ, അതായത് നമ്മുടെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറും ശർക്കര, ഇതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. തേനും പിന്നെ ഒരു ഷുഗർ ക്രേവിങ്സ് വരികയാണെങ്കിൽ ഡേറ്റ്സ് കഴിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുന്നില്ല. പാൽ ഞാൻ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തൈര് നല്ലതാണ്, അതുകൊണ്ട് തൈര്, മോര്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ടാന്ന് വെക്കുന്നില്ല. ചീസ് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കണം. പനീർ പിന്നെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളൊക്കെ പനീർ കഴിക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം വെള്ളം കുടിയാണ് കേട്ടോ. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് പുറകോട്ടാണ്. എനിക്കിപ്പം ഒരു 5 ലിറ്റർ വെള്ളമൊക്കെയാണ് കുടിക്കണമെന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഒറ്റയടിക്ക് കുടിച്ചു കഴിഞ്ഞാലും കിഡ്നിയുടെ ഫങ്ഷൻസ് കൂടിയിട്ട് പണി കിട്ടും. എങ്ങനെ മാക്സിമം ഒരു 3 to 4 ലിറ്ററെങ്കിലും ഞാൻ കുടിക്കാൻ മാക്സിമം നോക്കും എന്നേ പറയാൻ പറ്റൂ. കാരണം സ്റ്റാർട്ടിങ് ഇപ്പം കുറേ നാൾ നിർത്തിയൊക്കെ നിന്നുകൊണ്ട് പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എത്രയൊന്നും കുടിക്കാൻ പറ്റുമെന്ന്. മാക്സിമം ഒരു 3 ലിറ്റേഴ്സ് ഞാൻ എന്തായാലും കുടിക്കാൻ നോക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ കൂടുതലും ഞാൻ ചോറ് ഫുള്ളായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ചോറ് ഞാൻ യൂസ് ചെയ്യണേ ഇല്ല. പിന്നെ അരി ആഹാരങ്ങൾ എന്ന് പറയുന്നത് വല്ല ദോശയോ ഉഴുന്ന് ചേർന്ന് വരുന്നുണ്ടല്ലോ, പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ളതോ ഇടിയപ്പം, ഇഡലി, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മില്ലറ്റ്സ് ആയിരിക്കും കൂടുതലും. ഇപ്പം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് നാൾ മില്ലറ്റ്സൊക്കെയാണ് യൂസ് ചെയ്തത്. എനിക്ക് മില്ലറ്റ്സിന് ഇഷ്ടമാണ്. മില്ലറ്റ്സിൻ്റെ റെസിപ്പീസും ഞാൻ ഇടാം കേട്ടോ. അപ്പം മില്ലറ്റ്സ് എൻ്റെ ഒരു ഡയറ്റിൽ ഞാൻ ഇനി കുറച്ചും കൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചോറ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാണ്. പിന്നെ ഈ എന്താ പറയുക, അറിയാമല്ലോ ഈ മെയിനായിട്ടുള്ള എന്തൊക്കെയാണോ നമ്മുടെ വെയിറ്റ് ലോസിൽ കഴിക്കാൻ പാടില്ലാത്തത് അതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഡയറ്റാണ്. പിന്നെ വറുത്തതും പൊരിച്ചതും ജങ്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ നിർത്തി ഇനി അതൊന്നും, അതായത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അതൊന്നും എടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇനി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 100 ഡേയ്സിലുള്ള ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ആണ് എൻ്റെ ഈ ഒരു വെയിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ എടുത്ത വെയിറ്റ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അല്ലാതെ ഇപ്പം ഇതെടുത്തിട്ട് 2 ദിവസം ആയിട്ടോ. ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് വീണ്ടും കൂടി കാണും. നാളെ തൊട്ടാണ് ഞാൻ ഒറിജിനലായിട്ട് ഡയറ്റ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ അപ്ഡേഷനിൽ ഞാൻ കറക്റ്റായിട്ട് തരാം കേട്ടോ. അതിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി വെയിറ്റ് അപ്ഡേഷൻ കാണും, ഡെയിലി ഫുഡ് അപ്ഡേഷൻ കാണും. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ എന്തായിരുന്നു പറയാനുള്ള, എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്, നാളെ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ശനിയാഴ്ച തൊട്ടിട്ടായിരിക്കും വീഡിയോസ് വരിക കേട്ടോ. അപ്പോൾ ശനിയാഴ്ച തൊട്ടിട്ടായിരിക്കും വരിക. നിങ്ങളിപ്പോൾ 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിരുന്നു. കാരണം പലർക്കും നമ്മളിങ്ങനെ ചെയ്ത് കണ്ടുവരുന്ന നമുക്കൊരു റിസൾട്ട് ഉണ്ടാവുന്ന കാണുമ്പോഴാണെങ്കിലും അയ്യോ അവർക്ക് റിസൾട്ട് ഉണ്ട്, നമ്മൾ ചെയ്താലും റിസൾട്ട് വരിക എന്ന് തോന്നി മോട്ടിവേറ്റ് ആയി ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നോ, എന്നിട്ട് നിങ്ങൾ പയ്യെ ഒരു വെയിറ്റ് ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻസ് ഒക്കെ എഴുതുക കേട്ടോ. കാരണം നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ എഴുതാൻ എനിക്കറിയാം. മന്ദബുദ്ധിത്തരാണ് കാണിച്ചത്. 118 എത്തിയ ഞാൻ വീണ്ടും 137 ഞാൻ 118 എത്തിച്ചിട്ട് ഇപ്പോൾ 140 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര മന്ദബുദ്ധിത്തരാണെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അത് നിങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇനി ആ അബദ്ധം ആവർത്തിക്കാതെ നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും. കാരണം ഇത് എനിക്ക് തന്നെ ഒരു ടാസ്ക്കായിട്ട് ഞാനിത് ഏറ്റെടുക്കുകയാണ് കേട്ടോ. കാരണം കുറച്ചെങ്കിലേ പറ്റുള്ളൂ ഇനി. കാരണം ഇനിയുള്ള ലൈഫിലായാലും ഇനിയിപ്പോൾ ഒരു കുട്ടിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയൊക്കെ വേണമെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ എൻ്റെ PCOD വെയിറ്റ് ലോസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ഒരു വെയിറ്റ് കുറഞ്ഞെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം വണ്ണമുള്ള എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മുടെ മനസ്സെത്തുന്നിടത്ത് നമ്മുടെ ശരീരം എത്തില്ല. കാരണം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും പല ഇതാണ്. പിന്നെ എൻ്റെ ഒരു ഏജ് എന്ന് പറഞ്ഞാലും ഈ ഒരു ഏജിലൊക്കെ ഇത്രയും വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ളൊരു
ഒരു ടൈമിൽ എനിക്ക് ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മുടെ ഈ ഒരു പ്രായം നമ്മളിങ്ങനെ ഓടിക്കളിച്ച് നടക്കേണ്ട ആ ഒരു പ്രായം നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി അതിനനുസരിച്ചുള്ള ഒരു രീതിയിലെത്തിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു പോയി എന്ന് തോന്നുന്നു. അപ്പം മാക്സിമം നിങ്ങൾ വെയിറ്റുള്ള ആരെങ്കിലും ഒക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ശനിയാഴ്ച തൊട്ട് വെയിറ്റ് ലോസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് കാണാവുന്നതാണ്. പിന്നെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് പല പേരും ഇതിലുണ്ടെന്ന് അറിയാം. അപ്പോൾ ആ വീഡിയോസും ഞാൻ ഇടുന്നതാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഇനി വെയിറ്റ് ലോസ് ആണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കേണ്ട. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പണ്ടത്തെ ആ ഉള്ള ഒരു ഊർജ്ജവും കാര്യങ്ങളൊക്കെ പോയി മൊത്തത്തിലൊന്നും ഞാൻ ബാക്കിലോട്ടായിരുന്നു. ഇനി അങ്ങനെയല്ല, ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒക്കെ പഴയ രീതിയിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടൊക്കെ തിരിച്ചു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൊത്തത്തിൽ റൊട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ആവാനുണ്ട്. കാരണം ഉറക്കമായാലും എഴുന്നേപ്പായാലും ഫുഡ് കഴിപ്പായാലും ഒന്നും ഒരു ടൈമിലൊന്നും അല്ല. ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന സമയത്തൊക്കെ കറക്റ്റ് ഒരു 3:30 ആകുമ്പോൾ ഞാൻ എഴുന്നേക്കുമായിരുന്നു. ഇപ്പോൾ അത് 48 ഡേയ്സ് കത്തിച്ചു, ഞാനത് നിർത്തി. അത് കഴിഞ്ഞിട്ടൊക്കെ മെയിനായിട്ട് ഇപ്പോൾ തോന്നിയ സമയത്ത് എണ്ണീപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇനി അങ്ങനെയല്ല, ഇനി റൊട്ടീനൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. കറക്റ്റായിട്ട് എല്ലാം താൻ പാതി ദൈവം പാതി എന്നൊക്കെ ആണല്ലോ എൻ്റെ ഒരു വിശ്വാസമാണത്. അപ്പോൾ എല്ലാം ഇനി പഴയ പോലെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കറക്റ്റായിട്ടുള്ളൊരു റൊട്ടീൻ ഫോളോ ചെയ്ത് ഇനി തൊട്ടുള്ള അങ്ങോട്ടുള്ള ലൈഫിൽ അത് എല്ലാം ഇപ്പോൾ ഒരു അച്ചടക്കത്തോട് കൂടി ജീവിക്കുന്നത് നമുക്ക് നല്ലതാണല്ലോ. അതിനെ കൊണ്ടുവരണമെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. അതേപോലെ തന്നെ സ്കിന്നും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ സ്കിൻ ഒന്നും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഭയങ്കരമായിട്ട് ഡള്ളായി ചുളിവുകൾ വീഴാൻ സാധ്യതയുള്ളൊരു ടൈമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെയിറ്റും നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഒരു പുതിയ തിരിച്ചുവരവായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു 100 days ചലഞ്ചാണ്. ശനിയാഴ്ച തൊട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ കൂടെ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ മതി. നമുക്ക് ഒരുമിച്ച് ഡയറ്റായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത ശനിയാഴ്ച തൊട്ട് കാണാം. അതുവരെയും ടാറ്റാ.